ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മനോഹരമായ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ശേഷം പുത്തൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി വളരെ തിടുക്കത്തിൽ 2026 എന്ന വർഷത്തിൽ നാം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ തിരുസഭ നമ്മളോട് പറയുന്നു, അല്പസമയം ശാന്തമായി തമ്പുരാൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് അവിടുത്തെ വാക്കുകൾ ശ്രവിക്കുവാനും ദൈവത്തോട് സംസാരിക്കുവാനും നിനക്ക് സാധിക്കുമോ? അങ്ങനെ സാധിച്ചാൽ നിൻ്റെ ജീവിതം വളരെ അനുഗ്രഹപ്രദമാകും. ആ ജീവിതങ്ങൾ കൊണ്ട് അനേകം ആളുകൾക്ക് സന്തോഷമായി ഭവിക്കുവാനായി നിനക്ക് സാധിക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഞായറാഴ്ചത്തെ ഒന്നാമത്തെ വായന പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ മോശ 40 ദിനരാത്രങ്ങൾ ചിലവഴിക്കുകയാണ്. ദൈവത്തോട് സംസാരിക്കുന്ന മോശ ദൈവത്തിൻ്റെ കൽപ്പനകളുമായി ഇസ്രായേൽ ജനത്തിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മോശയെ പ്രതീക്ഷിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് അഹ്റോനും കൂട്ടരും ഇരിക്കുകയാണ്. ദൈവത്തോട് സംസാരിച്ച മോശയുടെ മുഖം വളരെ പ്രകാശപൂരിതമായി എന്നാണ് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളും ദൈവത്തോട് സംസാരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഇരുളെല്ലാം മാറി നമ്മുടെ ജീവിതവും പ്രകാശപൂർണമായി തീരുമെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. അന്ന് വരെ ഉണ്ടായിരുന്ന മോശയുടെ ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. കൂടുതൽ പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് ചേർന്നിരിക്കുവാനുമായി മോശ സമയം കണ്ടെത്തുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ തിരക്കിനിടയിൽ ദൈവത്തോട് സംസാരിക്കുവാനായിട്ട്, അവിടുത്തോട് ചേർന്നിരിക്കുവാനായിട്ട്, ദൈവത്തോട് ആലോചന നടത്തുവാനായിട്ട് അല്പസമയം നമുക്ക് മാറ്റിവെക്കാം. രണ്ടാമത്തെ വായന സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ നിന്നാണ്. വളരെ ഹൃദയസ്പർശിയായ വാക്യങ്ങളാണ് നമ്മളവിടെ കാണുന്നത്. സാമുവേൽ ഏലിയുടെ കൂടെ ചെറിയ പ്രായം തൊട്ട് ദൈവത്തിന് ശുശ്രൂഷ ചെയ്തു വരികയും വാഗ്ദാന പേടകത്തിന് അരികിൽ കിടന്ന് അവൻ ഉറങ്ങുമ്പോൾ സാമുവേൽ സാമുവേൽ എന്ന വിളി സ്വപ്നത്തിൽ കേൾക്കുകയാണ്. തൻ്റെ യജമാനനായ ഏലിയാണ് തന്നെ വിളിക്കുന്നതെന്ന് കരുതി 3 പ്രാവശ്യവും ഏലിയോട് പോയി ചോദിക്കുന്നു. അപ്പോൾ ഏലിക്ക് മനസ്സിലാകുന്നത് സാമുവേലിനെ വിളിക്കുന്നത് ദൈവമാണ്. അപ്പോൾ ആ പുരോഹിതൻ സാമുവേലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇനി വിളിക്കുമ്പോൾ ദൈവത്തോട് പറയുക, ഇതാ ഞാൻ അരുളി ചെയ്താലുമെന്ന്. അങ്ങനെ ആ പുരോഹിതൻ്റെ വാക്ക് കേട്ടുകൊണ്ട് സാമുവേൽ ദൈവത്തിൻ്റെ വിളിക്ക് പ്രത്യുത്തരം നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, അവൻ്റെ ഭവനത്തിൽ വസിക്കുവാനായിട്ട് നാം തയ്യാറാകുമ്പോൾ, നമ്മളെ വിളിച്ച്, നമ്മെ പേര് ചൊല്ലി വിളിച്ച് വളരെ വലിയ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിക്കുമെന്ന് ഈ തിരുവചന ഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. നിരന്തരം നമ്മളെ വിളിക്കുന്ന തമ്പുരാൻ്റെ വിളി കേൾക്കുവാനായിട്ട്, അവൻ്റെ സ്വരം തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഈ ഞായറാഴ്ചയെ നമുക്ക് ആത്മപരിശോധന ചെയ്യാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുകയാണ്, നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പുതിയ ജീവിത രീതിയിലേക്ക്, ഒരു ക്രിസ്ത്യാനിക്ക് ചേർന്ന ജീവിത രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റിയെടുക്കണമെന്ന്. സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നാണ്. ബാലനായ യേശു ദേവാലയത്തിൽ തങ്ങുന്ന സുവിശേഷ രംഗം. പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ പ്രാവശ്യം നമ്മൾ വായിച്ച് ധ്യാനിച്ചിട്ടുള്ള ഈ സുവിശേഷ ഭാഗം നമ്മളോട് ആവശ്യപ്പെടുന്നു, ഈശോയുടെ മാതാപിതാക്കൾ ആണ്ടുതോറും ഈശോയെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് പ്രാർത്ഥിപ്പിച്ചിരുന്നു. ദൈവപുത്രനായിട്ട് കൂടി അവൻ്റെ മാതാപിതാക്കൾ സമയം കണ്ടെത്തി അവനെ ദേവാലയത്തിൽ കൊണ്ടുപോയെങ്കിൽ, നമ്മുടെ മാതാപിതാക്കൾ ആണ്ടുതോറുമല്ല, എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ ദിവസങ്ങളിലും തന്നെ നമ്മളെ ദേവാലയത്തിൽ എത്തിച്ചിരുന്നവരാണ്. ഈശോയെപ്പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുവാനായിട്ട്, ദേവാലയത്തിൽ നിരന്തരമായി പോകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ ഒഴിവുകൾ പറഞ്ഞ് ഞായറാഴ്ചകളിലും കിടമുള്ള ദിവസങ്ങളിലും ബലികളിൽ മുടക്കം വരുത്തുന്നവരാണ് നമ്മൾ. ഞാൻ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിഞ്ഞില്ലേ എന്ന് ഈശോ തൻ്റെ മാതാപിതാക്കളോട് ചോദിക്കുന്നുണ്ട്.
ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരന്തരം ചേർന്നിരിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഈശോയുടെ മാതാപിതാക്കൾ ചെയ്തതുപോലെ നമ്മുടെ കുട്ടികളെ ദേവാലയത്തിൽ എത്തിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ദൈവത്തോട് ചേർത്ത് നിർത്തി നമ്മുടെ മക്കളെ വളർത്തുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒപ്പം പരിശുദ്ധ അമ്മ വലിയ ഒരു മാതൃക അവിടെ നൽകുന്നുണ്ട്. ഈശോയോട് അമ്മ ചോദിക്കുന്നത്, നിൻ്റെ പിതാവും ഞാനും എത്രമാത്രം നിന്നെ അന്വേഷിച്ച് നടന്നുവെന്നാണ് ചോദിക്കുന്നത്. അല്ലെ, നിന്നെക്കുറിച്ച് വ്യാകുലപ്പെട്ടു എന്ന് ചോദിക്കുന്നു. അവിടെ യൗസപിതാവിന് ഒരു പടി കൂടി സ്ഥാനം നൽകുവാനായിട്ട്, യൗസപിതാവിൻ്റെ ജീവിതത്തിലേക്ക് ഒരു ബഹുമാനം കൊടുക്കുവാനായിട്ട് അമ്മ തയ്യാറായിക്കൊണ്ട് ദമ്പതികൾ പരസ്പരം സ്നേഹിക്കണമെന്നും ബഹുമാനിക്കണമെന്നും നമുക്ക് കാണിച്ചു തരികയാണ്. നമ്മുടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുവാനായിട്ട്, അവരെ ബഹുമാനിക്കുവാനായിട്ട്, അർഹപ്പെട്ട സ്ഥാനം അവർക്ക് നൽകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോ താനൊരു ദൈവപുത്രനായിട്ടിരുന്നു കൂടി അവസാന സമയത്ത് ആ മാതാപിതാക്കളോട് കൂടെ പോയി താമസിച്ച് അവർക്ക് വിധേയപ്പെട്ട് ജീവിച്ചുവെന്ന് സുവിശേഷം സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, എളിമയും വിനയവും ഉള്ളിടത്താണ് അനുഗ്രഹങ്ങൾ ഉണ്ടാകുള്ളൂ എന്ന ബോധ്യം നമുക്കുണ്ടാകട്ടെ. ഈശോയെ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ മാതാപിതാക്കൾ ഉടനടി അവനെ അന്വേഷിച്ചു പോകുകയാണ്, അവനെ കണ്ടെത്തുകയാണ്, അവന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയാണ്. നമ്മുടെ മക്കളുടെ അവസ്ഥ ഇപ്പോൾ എവിടെയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അന്വേഷിക്കുവാനായിട്ട് നമുക്ക് തയ്യാറാകാം. നമ്മൾ കൊടുക്കുന്ന ആത്മീയ പോഷണങ്ങൾ, ഭൗതികമായ സമ്പത്തുകളൊക്കെ അവർ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ? അവരിപ്പോൾ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലാണ് താമസിക്കുന്നതെന്ന് ഇടയ്ക്കൊന്നൊരു അന്വേഷണം നടത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. മക്കൾക്ക് എവിടെയെങ്കിലുമൊക്കെ തെറ്റിപ്പോകുന്നെന്ന് നമുക്ക് മനസ്സിലായാൽ സ്നേഹപൂർവ്വം തിരുത്തുവാനായിട്ട്, നന്മയുടെ വഴിയിലേക്ക് അവരെ കൊണ്ടുവരുവാനായിട്ട് ഓരോ മാതാപിതാക്കൾക്കും കടമയുണ്ട്. പരസ്പരം അന്വേഷിക്കുവാനായിട്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അന്വേഷിച്ച് കണ്ടെത്തി നല്ല മാർഗത്തിൽ അവരെ നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ ന്യൂ ഇയർ ദിനങ്ങളിൽ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് അല്പം ഒന്ന് ശാന്തമായിരിക്കുവാനായിട്ട്, തിരക്കുള്ള ജീവിതത്തിനിടയിൽ ഒരല്പസമയം ദേവാലയത്തിൽ അനുദിന പ്രാർത്ഥനകളിലൊക്കെ സമയം കണ്ടെത്തുവാനായിട്ട്, പലപ്പോഴും നമ്മൾ കുരിശ് വരയ്ക്കുമ്പോഴും മറ്റ് പ്രാർത്ഥന നടത്തുമ്പോഴൊക്കെ തിടുക്കത്തിൽ ചെയ്ത് മറ്റ് കാര്യങ്ങളിൽ വ്യാപൃതരാകുകയാണ് ചെയ്യുന്നത്. അതിന് പകരമായിട്ട് ഒരല്പസമയം തമ്പുരാനോട് കൂടി ചേർന്നിരുന്നു കൊണ്ട് ശാന്തമായി നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.